ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എൻ്റെ ഒരു കൂറ ലുക്കാണ് ഇത്. അപ്പം ഞാൻ പെട്ടെന്ന് നാട്ടിലേക്കൊന്ന് പോവാണ്. അപ്പം ആ ഒരു വ്ളോഗാണ് കേട്ടോ. ട്രിപ്പ് ടു കേരള. അപ്പം എൻ്റെ മാഷേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ 21. അപ്പം ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഒരുപാട് ദിവസം നിൽക്കില്ല. ഞാനൊരു നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ തന്നെ തിരിച്ചു വരും കേട്ടോ. മോനെ വിട്ടിട്ടാണ് പോണത്. അതുകൊണ്ട് അപ്പം നമുക്ക് പോകണ വഴിയാണ്. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി കേട്ടോ. സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പം മേലെയാണ്, മിഡിൽ ബർത്താണ്. അപ്പം ഞാൻ 9:05 അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ കയറി കിടന്നു കേട്ടോ. തൃശ്ശൂരാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പം ഞാൻ തൃശ്ശൂർ എത്തിയിട്ടോ. ഇനി നമ്മൾ പട്ടാമ്പിക്ക് ട്രെയിൻ കയറണം കേട്ടോ. ബസ്സിൽ പോകാൻ വെച്ചാൽ 2 hours ആവും. പിന്നെ ഭയങ്കര ടയറിങ്ങും ആയിരിക്കും ബസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ട്രെയിനിൽ പോകാൻ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ വിചാരിച്ചിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പി ട്രെയിനാണ് എടുത്തത്. അപ്പോൾ ഞാൻ എവിടെ ഇൻഫോം ചെയ്യാത്ത കാരണം തന്നെ പിക്ക് ചെയ്യാനൊന്നും ആരും വന്നില്ല. ഞാൻ തനിച്ച് തന്നെ സ്വയം യാത്ര. അപ്പം അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പട്ടാമ്പിക്കുള്ള ട്രെയിൻ കയറി കേട്ടോ. ഇത് പാസഞ്ചറാണ്. എല്ലായിടത്തും ഒരേപോലെ ഇതുണ്ടാവില്ലേ, ലോക്കൽ ട്രെയിൻ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു 45 minutes ഒക്കെ ആയിട്ടോ. ഇറങ്ങിയതും കണ്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 10:30 മണിയായി. അപ്പം മാഷേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ കൊപ്പത്തുള്ള നില ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം 50ാമത്തെ പിറന്നാളാണ്. അപ്പം ഞാൻ എഴുതിയത് സ്വീറ്റ് 50 മാഷേട്ടെന്നാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിതും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ. ഒരു 11 മണിക്കൊക്കെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 11-11:15 അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും മാഷും ഏകദേശം ഉള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 30 വർഷമായിട്ടോ. ഞാൻ എൻ്റെ 6ാമത്തെ വയസ്സ് തൊട്ടിട്ട് മാഷിൻ്റെ അടുത്ത് തന്നെയാണ്. വേറെ ഡാൻസ് ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഇത്രയും വർഷത്തെ ഗുരുനാഥനാണ് കേട്ടോ. അപ്പം കൊപ്പം വിജയൻ എന്നാണ് എൻ്റെ ഗുരുവിൻ്റെ പേര്. നമ്മളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കവിയാണ്, കൊറിയോഗ്രാഫറാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസും ആണ് കേട്ടോ. ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഗുരുനാഥനാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക്, കേരള നടനം എല്ലാറ്റിലും ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ആളാണ്. മാത്രമല്ല കേട്ടോ, മാഷ് നന്നായിട്ട് പാടും. മാഷ് തന്നെ രചിച്ച് അത് ട്യൂൺ ചെയ്ത് അത് പാടും. അതിന് ഞങ്ങളുടെ ഒരുവിധം വർണ്ണംസൊക്കെ മാഷ് തന്നെ എഴുതി ട്യൂൺ ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല സൗണ്ടാണ് മാഷിൻ്റെ. മാത്രമല്ല മാഷിൻ്റെ എഴുത്തൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പം ഇത്രയും വർഷത്തെ ബന്ധമുള്ള മാഷാണ്. 6ാമത്തെ വയസ്സിൽ ഞാൻ പിടിച്ച കൈയാണ് എൻ്റെ മാഷേട്ടൻ്റെ. അപ്പം 50 വയസ്സായി മാഷിന്. അപ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ മാഷിന് 50 വയസ്സായി എന്നുള്ളത്. നമുക്ക് വയസ്സായി, നമുക്ക് ഇത്രയും ഏജായി എന്നുണ്ടെങ്കിലും നമ്മളുടെ മാഷ് ഫസ്റ്റ് തൊട്ടേ അതേപോലെ തന്നെയല്ലേ. മാഷിന് വലിയ ഫിസിക്കൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാഷിന് 50 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടോ. അപ്പം ഒരു സകലകലാ വല്ലഭനാണ്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന മാഷിൻ്റെ ഫേമസ് കവിതകളൊക്കെ നമ്മൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഇപ്പോഴും കേൾക്കുന്നതാണ് കേട്ടോ. അപ്പം മാഷ് ആദ്യം ചെറിയ കുട്ടികൾക്കൊക്കെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും വർഷം നമ്മളെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ്റെ ബർത്ത്ഡേക്ക് പോയി നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കിനിയിപ്പം അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോഴും ഞാൻ പഠിക്കുന്നത് മാഷിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒക്കെ മാഷ് തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നതും ഐറ്റം കറക്റ്റ് ചെയ്ത് തരുന്നതും പഠിപ്പിക്കുന്നതും കൊറിയോഗ്രാഫിയിൽ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ മാഷ് തന്നെയാണ് കേട്ടോ. ഞങ്ങളെ എല്ലാ ശിഷ്യന്മാർക്കും മാഷെന്ന് വെച്ചാൽ ഞങ്ങളുടെ മാഷിൻ്റെ അത്ര വേറെ ആരും എത്തില്ല എന്നുള്ള ചെറിയ അഹങ്കാരത്തിലുള്ള കുട്ടികളാണ് മാഷിൻ്റെ കുട്ടികൾ കേട്ടോ. സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ മാഷ്. അതെന്ന് തന്നെ പറയാം, എല്ലാവരും അങ്ങനെ പറയാം, എൻ്റെ മാഷ് എൻ്റെ മാഷ് എൻ്റെ മാഷ്. അപ്പം അത്രയും ഞങ്ങൾ കുട്ടികളുമായിട്ട് ബോണ്ടിങ് ഉള്ള ഒരു മാഷാണ്. ഒരുപാട് അല്ലെങ്കിൽ സാധാരണ ഗുരുക്കന്മാരെ മതി അടിക്കുക ചീത്ത പറയുക അങ്ങനെ ഒന്നും ചെയ്യാതെ കുട്ടികളുടെ വഴിക്ക് തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങളെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
പറ്റുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വേറെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ഇത്രേ പറ്റുള്ളൂ കേട്ടോ. വാച്ച് കൊണ്ട് അയ്യര് കളിയാണല്ലോ. ഇപ്പോൾ 3 വാച്ചായി. ഇതെങ്കിലും നേരെ നിൽക്കണേ. ശരി, അത് ഞാൻ സ്നേഹപൂർവ്വം അത് കയ്യിലെടുക്കും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നക്ഷത്രയിലാണ് വന്നത്. അപ്പം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വന്ന് നമ്മൾ സ്ഥിരം എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രയിലാട്ടോ വരാറ്. അപ്പം നല്ല സെർവിങ് ആണ്. അതിനുശേഷം നമ്മൾ പോയത് എനിക്ക് ചെറിയ പ്രോഗ്രാമിനുള്ള കുറച്ച് ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ നോക്കാനായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കളർ കുറച്ച് മങ്ങിയ കാരണം പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓർണമെൻറ്റ്സൊക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.